ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സത്യയും പപ്പിയും വിളിച്ച് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ശാലിനിയോട് പറയുകയാണ്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പൊന്നി ശാലിനിയോട് പറയുകയാണ്, കുഞ്ഞെ, സത്യയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാവരോടും തുറന്നു പറഞ്ഞാൽ കാർത്തികയെ മാറ്റി കുഞ്ഞിനിവിടെ ജീവിച്ചൂടെ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് ശാലിനി ഹാളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാനായി ഇരിക്കുന്നതാണ്. വിഷ്ണു ആഹാരം കഴിക്കാൻ വരുമ്പോൾ കാർത്തിക എന്തേന്ന് സത്യഭാമ ചോദിക്കുന്നു. എനിക്കറിയില്ല, വന്നോളുമെന്ന് വിഷ്ണു പറയുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും നിന്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ അവള്, അല്ലാതെ തന്നിഷ്ടപ്രകാരം നിന്റെ കൂടെ വന്നതും നിന്നെ ഇട്ടിട്ട് പോയതും ഒന്നുമല്ലല്ലോ എന്നും ശാലിനിയെ കുത്തിക്കൊണ്ട് ഭാമ പറയുകയാണ്. കാർത്തികയെ വിളിച്ചുകൊണ്ടുവരാനായി പൊന്നിയോട് ഭാമ പറയുമ്പോൾ പൊന്നിയോട് വെള്ളം തരാനായി രാഘവൻ നായർ പറയുകയാണ്. പൊന്നി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നീ എന്താ അത് കേട്ടില്ലേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ വേണ്ടാത്ത ശീലമൊന്നും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കണ്ടെന്നും ആഹാരം കഴിക്കണമെന്ന് അവൾക്കറിയാലോ, അവൾ തന്നെ വന്നോളുമെന്നും രാഘവൻ നായർ പറയുന്നു. അതേസമയം കാർത്തിക അങ്ങോട്ടേക്ക് വന്ന് ആഹാരം കഴിക്കാനായി ഇരിക്കുകയാണ്. മോൾക്കെന്താ വയ്യേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ചെറിയൊരു തലവേദനയെന്ന് കാർത്തിക പറയുന്നു. ഇത് കേൾക്കുന്ന വിഷ്ണു ശാലിനിയോട് എനിക്കല്പം കറി എടുത്തു തരാൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ സത്യഭാമ ചുമയ്ക്കുന്നു. കറിക്കെല്ലാം എരിവ് കൂടുതലാണെന്ന് ഭാമ പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ലെന്ന് രാഘവൻ നായർ പറയുന്നു. വിഷ്ണു, നിനക്കെന്തെങ്കിലും തോന്നിയോ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഇല്ല, ഭക്ഷണമെല്ലാം നല്ലത് തന്നെയാണെന്ന് വിഷ്ണുവും പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തിക ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊന്നും ഒരു ചായ പോലും തിളപ്പിക്കാൻ അറിയില്ല, ഇതുങ്ങളെല്ലാം കെട്ടിച്ചയച്ച അവരുടെ അമ്മമാരെ വേണം പറയാനെന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ ദേഷ്യത്തോടെ ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് കാർത്തിക. ദേ രാഘവേട്ട, അവളൊരു അനാഥയാണെന്നുള്ള ബോധം രാഘവേട്ടനുണ്ടാകണം. അവൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി പഠിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നു. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, മക്കളെ, നിങ്ങളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. മനസ്സിലുള്ളതൊന്നും മനസ്സിൽ തന്നെ വെക്കാതെ തുറന്നു പറഞ്ഞാൽ തമ്മിലടി ഉണ്ടാകാതെ പ്രശ്നങ്ങൾ തീർത്ത് സുഖമായി ജീവിക്കാം. എനിക്ക് നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ. ഇത് കേൾക്കുന്ന വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പപ്പി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതാണ്. വരുന്ന വഴിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വണ്ടി വന്ന് പപ്പിയെ ഇടിക്കുകയാണ്. പപ്പി പെട്ടെന്ന് തന്നെ റോഡിലേക്ക് വീഴുന്നു. ഇത് കാണുന്ന ജയശങ്കർ ഓടി വരികയും പപ്പിയെ എടുക്കുകയും ചെയ്യുന്നു. കുട്ടി റോഡ് ക്രോസ് ചെയ്തതേ നോക്കാതെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കാറുകാരി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പപ്പിമോളെ വിളിക്കാൻ ആരെങ്കിലും പോയോ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ആരെങ്കിലും സമയത്ത് പൊക്കോളുമെന്ന് സത്യഭാമ പറയുന്നു. അതേസമയം പുറത്തുനിന്ന് ഫോൺ വിളിക്കുകയായിരുന്നു ശാലിനി. പെട്ടെന്നാണ് ജയശങ്കർ പപ്പിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ജയശങ്കറിനെ കണ്ട് ഞെട്ടലോടെ മുകളിൽ നിൽക്കുകയാണ് കാർത്തിക. എന്തു പറ്റിയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ മോള് റോഡ് ക്രോസ് ചെയ്യാൻ നേരം ശ്രദ്ധിച്ചില്ലെന്നും ഒരു വണ്ടി വന്ന് മുട്ടിയിട്ട് പോയെന്നും ജയശങ്കർ പറയുന്നു. അതേസമയം ഇതെല്ലാം കാണുന്ന കാർത്തിക മനസ്സിൽ പറയുകയാണ്, ദൈവമേ, ഈ ജയശങ്കർ എന്ത് കാര്യമാ ശാലിനിയോട് ഈ പറയുന്നത്? എൻഗേജ്മെന്റിന്റെ സമയത്ത് ഇയാളെ ചതിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നവളാ ഞാനെന്നറിഞ്ഞാൽ സത്യം ഉറപ്പായും എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുമെന്ന് മനസ്സിൽ പറയുകയാണ് കാർത്തിക. തുടർന്ന് ജയശങ്കറിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് ശാലിനി. അതേസമയം ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് കാർത്തിക. തുടർന്ന് ശാലിനി പപ്പിയും കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ പപ്പിയുടെ കയ്യിലേക്ക് കെട്ട് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം താഴേക്ക് ഇറങ്ങി വരുന്ന കാർത്തിക ജയശങ്കറിനെ കണ്ട് പേടിയോടെ അവിടെ തന്നെ നിൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.